ഓടി മീനുവിൻ്റെ അടുത്തെത്തി. നീ എന്താ ഇങ്ങനെ ഓടുന്നത്? വല്ല പട്ടിയെ ഓടിച്ചോ? വാ പോവാം, അവൾ കിതച്ചുകൊണ്ട് പറഞ്ഞു. ഇവർ ചെയ്യുന്നത് അവൻ ലാപ്പിലൂടെ കാണുന്നുണ്ടായിരുന്നു. ആരാ എന്നെ മോളെ വിളിക്കുന്നത്? കുഞ്ഞനാണമ്മച്ചി. എടുക്ക്. അവൾ ഫോണെടുത്ത് സ്പീക്കറിലിട്ടു. കുഞ്ഞാ, ചേച്ചി എവിടെ? സുഖമല്ലേ? ആ ചേച്ചി. ചേച്ചിക്കോ? സുഖമാണ് കുഞ്ഞാ. ചേച്ചിയുടെ അടുത്ത് ആരാ ഉള്ളത്? അവളുടെ അടുത്തു നിന്നും വല്യമ്മച്ചി ഫോൺ വാങ്ങി. നിനക്കറിയില്ല കുഞ്ഞാ, നിനക്കറിയാത്ത ആളാണ്. അവർ അതും പറഞ്ഞു കരഞ്ഞു. എൻ്റെ പൊന്നു വല്യമ്മച്ചിയല്ലേ, കരയാതെ. നിനക്ക് ഞങ്ങളെ ആരെയും കാണണ്ടാലോ. ആരുമോൻ കഴിഞ്ഞ മാസം വന്നപ്പോൾ നിനക്ക് തിരക്കല്ലേ? നിനക്ക് എന്നെ കാണാൻ വരാൻ നിന്റെ തിരക്ക് കഴിഞ്ഞിട്ട് വേണം അല്ലേ? എന്നെ കുഴിയിലടക്കുമ്പോൾ വന്നാൽ മതിയടാ. വല്യമ്മച്ചി. അവൻ്റെ ഗാംഭീര്യമുള്ള സൗണ്ട് ഫോണിലൂടെ പുറത്തേക്ക് വന്ന് അവൻ ദേഷ്യത്തോടെ കോള് കട്ടാക്കി. ആദമേ, വല്യമ്മച്ചി വെറുതെ പറഞ്ഞതാ, നീ കാര്യമാക്കണ്ട. എന്നാലും. അപ്പോഴാണ് അവർ തിരിച്ചു വിളിച്ചത്. പപ്പ. ആരു? ആദം എവിടെ? ഇവിടെയുണ്ട് പപ്പ. അവൻ വരുന്ന കാര്യം പറയാനാണ് വിളിച്ചത്. ആ, ഞങ്ങൾ അടുത്ത മാസം വരും പപ്പ. ഞാൻ വല്യമ്മച്ചിക്ക് കൊടുക്കാം. ആരോൺ ഫോൺ സ്പീക്കർ ഇട്ടു. കുഞ്ഞനും വരുന്നോടാ? ആ വല്യമ്മച്ചി, അവനും വരുന്നുണ്ട്. അതു പറയാനാ വിളിച്ചത്. അവൻ എവിടെ? ഇവിടെയുണ്ട് വല്യമ്മച്ചി. കൊടുക്കണോ? വേണ്ട, ഇനി അവനെ എനിക്ക് കണ്ടാൽ മതി. പപ്പയുടെ ദേഷ്യമല്ലേ അവന് കിട്ടിയിരിക്കുന്നത്. ദേഷ്യം പിടിച്ച ആരാന്ന് പോലും നോക്കൂലല്ലോ. അവൻ അവിടെ മസിൽ പിടിച്ച് നിൽക്കട്ടെ. അവനോട് പറ, അവനെ കാണാൻ ഇവിടെ എല്ലാവരും കാത്തിരിക്കുന്നുണ്ടെന്ന്. അത് കേട്ടതും ആദം ഒന്ന് പുഞ്ചിരിച്ചു. അപ്പോഴാണ് അവൻ്റെ ഫോണിലേക്ക് സിറിലിൻ്റെ മെസ്സേജ് വരുന്നത്. എടാ, ഞാൻ മെയിൽ അയച്ചിട്ടുണ്ട്, ന്യൂ മെമ്പർമാരുടെ ലിസ്റ്റ്. അവൻ റിപ്ലൈ കൊടുത്തു. ഞാൻ നോക്കിക്കോളാം. അവൻ ലാപ്പ് എടുത്ത് മെയിൽ ചെക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോഴും ആരോൺ വല്യമ്മച്ചിയോട് സംസാരിക്കുകയായിരുന്നു. ഓക്കെ വല്യമ്മച്ചി, ഞാൻ വെക്കുവാണേ. അതും പറഞ്ഞ് കോള് കട്ടാക്കി. എന്താടാ നോക്കുന്നത്? അല്ലടാ, ഈ പേര് ശിവാത്മിക. നീ എന്താടാ ഈ പറയുന്നത്? നീ സിറിലിനോട് ഈ കുട്ടിയുടെ ഡീറ്റെയിൽസ് അയച്ചു തരാൻ പറ. ഓക്കെ, ഇവള് മതി എൻ്റെ പെയ്യെ. ശിവ. മീനുവും ശിവയും രണ്ടുപേരും തിരിച്ചു വീട്ടിലേക്ക് പോകുമ്പോൾ, കുട്ടി അവിടെ നിൽക്കുവോ? അവർ രണ്ടുപേരും തിരിഞ്ഞു നോക്കി. ഒരു ചെറുപ്പക്കാരൻ അവരുടെ അടുത്തേക്ക് വന്നു. എന്താ ചേട്ടാ വേണ്ടത്? ആമിയുടെ നേരെ വിരൽ ചൂണ്ടി അയാൾ. എനിക്ക് ഈ കുട്ടി ഇഷ്ടമാണ്, വിവാഹം കഴിക്കാൻ താല്പര്യമുണ്ട്. അതാ ഇവളോടല്ല പറയേണ്ടത്, മീനു പറഞ്ഞു. വീട്ടിൽ വന്ന് ചോദിക്ക്. ഞാൻ വരും ചോദിക്കാൻ. അവളൊന്നും മിണ്ടിയില്ല. അവർ രണ്ടുപേരും തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. അവൻ അവളെ നോക്കിക്കൊണ്ട് ഒരു പുച്ഛച്ചിരി ചിരിച്ചു. എനിക്ക് നിന്നെ തന്നെ കിട്ടും പെണ്ണേ. ഒരുതരം പകയോടെ അവളെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു. അവൻ്റെ കണ്ണുകൾ അവൾ നടന്നു പോകുമ്പോൾ അവളുടെ ശരീരത്തിൽ അലഞ്ഞു നടന്നു. വശ്യമായ ചിരി അവൻ്റെ ചുണ്ടിൽ തെളിഞ്ഞു. ഇനി നിന്നെ വിടില്ല ഞാൻ, നിന്നെ എനിക്ക് വേണം. അതും ചിന്തിച്ചു നിന്നപ്പോഴാണ് അവൻ്റെ ഫോൺ അടിച്ചത്. അവൻ ഫോൺ എടുത്തു. നാശം, ഒരു സമാധാനവും തരില്ല, എപ്പോഴും വിളിക്കും ശല്യം ചെയ്യാൻ, അവൻ ഫോണിൽ നോക്കിക്കൊണ്ട് പറഞ്ഞു. ആ രാജകുമാരി, ഇച്ഛായ എവിടെയാ? എന്താ വിളിക്കാത്തേ? അല്ല രാജകുമാരി, ഞാൻ ജോലി സ്ഥലത്തല്ലേ, ഞാൻ കുറച്ച് തിരക്കിപ്പെട്ടുപോയി, അതാ വിളിക്കാഞ്ഞത്. ആണോ? സോറി ചായ, എനിക്കറിയില്ലായിരുന്നു. എന്നാ ഇങ്ങോട്ട് വരുന്നത്? അടുത്തന്നെ വരാൻ രാജകുമാരി. നിങ്ങൾ വരുമ്പോൾ ഇവിടെ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരാളുണ്ടാവും ചായ, വേഗം വരാൻ നോക്ക. ആരാ അത്? അതൊക്കെ വന്നിട്ട് കാണാം. അവൻ്റെ മനസ്സിൽ പേടി തുടങ്ങി. എന്താ ചായ മിണ്ടാത്തത്? നിങ്ങളും വന്നാൽ ഹാപ്പിയായി. ആ രാജകുമാരി, ഞാൻ വരാം, എനിക്കിവിടെ ചെയ്തു തീർക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അവൻ ആമി പോയ വഴിയെ നോക്കിക്കൊണ്ട് പറഞ്ഞു. എന്നാ എൻ്റെ രാജകുമാരി, ഞാൻ വെക്കട്ടെ? ഓക്കെ ചായ. ഓക്കെ രാജകുമാരി. അതും പറഞ്ഞ് അവൻ ഫോൺ വെച്ചു. എടി ആമി, എനിക്കെന്തോ അയാളുടെ ആ സംസാരവും നോട്ടവും അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. നിന്നെ നോക്കി ആ നോട്ടം എനിക്ക് അത്ര ഇങ്ങോട്ട് ഇഷ്ടപ്പെടുന്നില്ല. ഇനി അയാൾ വീട്ടിൽ വന്ന് ചോദിക്കുമോ? അത് എനിക്കും തോന്നിയടി, അയാളുടെ നോട്ടം ശരിയല്ലെന്ന്. എന്തായാലും എൻ്റെ ഇഷ്ടമല്ലേ ഇവിടെ നടക്കൂ. അവർ അതും പറഞ്ഞ് നടന്നു. അല്ല മക്കളെ, നിങ്ങൾ എവിടെ പോയിട്ട് വരികയാ? ആ ജാനി ചേച്ചി, ഞങ്ങൾക്കൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു, അത് കഴിഞ്ഞ് വരികയാ. ആണോ? എവിടെയായിരുന്നു? AK ഗ്രൂപ്പിൻ്റെ. ആണോ മക്കളെ? ഈ നാട്ടിൽ പേരുകെട്ട തറവാടാണ് കുരിശിങ്കൽ.
അവിടുത്തെ ആളുകൾ നല്ല സ്നേഹമുള്ളവരാണ്. എന്ത് സഹായം ചോദിച്ചു തന്നാലും ഒരു മടിയും കൂടാതെ നമുക്ക് ചെയ്തു തരും. അങ്ങനെ ആയതുകൊണ്ടല്ലേ എൻ്റെ മോളെ അവരുടെ ഹോസ്പിറ്റലിൽ കാണിക്കുന്നത്, ഒരു പൈസയും ചിലവില്ലാതെ ചികിത്സിക്കുന്നത്. അവരുടെ കാരുണ്യം കൊണ്ടല്ലേ, അതുകൊണ്ടല്ലേ എൻ്റെ മോടെ ജീവൻ തിരിച്ചു കിട്ടിയത്. അതും പറഞ്ഞ് അവർ കണ്ണു തുടച്ചു. ആ ചേച്ചി, ഇപ്പൊ കുഴപ്പമില്ലല്ലോ? ഇല്ല മക്കളെ, ഈ ജോലി കിട്ടുമോ? അറിയില്ല ചേച്ചി, അവിടെയുള്ളൊരു തിരക്ക് ഉത്സവത്തിന് പോയതുപോലെയുണ്ട്. ഓക്കെ ചേച്ചി, ഞങ്ങൾ പോവട്ടെ. ആയിക്കോട്ടെ മക്കളെ. അമ്മേ, ചേച്ചി, ഞങ്ങളെത്തി. എന്തായി അവിടെ പോയിട്ട്? ഒന്നും പറയണ്ടമ്മേ, ഒരു ഉത്സവത്തിനുള്ള ആളുകളുണ്ട്. അവിടെ ജോലി കിട്ടുമെന്ന് തന്നെ ഉറപ്പില്ല. എൻ്റെ മനസ്സ് പറയുന്നത് നിനക്ക് ഈ ജോലി കിട്ടും. കിട്ടിയാലായി. അവൾ നേരെ ചെന്ന് അച്ഛനോട് ഇന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞു. അത് കേട്ടതും അദ്ദേഹത്തിൻ്റെ കണ്ണു നിറഞ്ഞു. അമ്മയോടും ചേച്ചിയോടും സംസാരിക്കുകയായിരുന്നു മീനു. എന്ന് ഞാൻ പോട്ടെ അമ്മേ. ആയിക്കോട്ടെ മോളെ. ഇടി ആമി, ഞാൻ പോവാട്ടോ. ആയിക്കോട്ടെ മീനു. പൂജ, നീ എന്തിനിങ്ങനെ വാലിന് തീ പിടിച്ച പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്? മേഘ്ന, അത് ഇപ്പോഴും വന്നിട്ടില്ല. അതിന് നീ എന്തിനിങ്ങനെ ടെൻഷനാവുന്നത്? നമ്മുടെ ബോസ് അല്ലേ ഇത്, ബോസിന്റെ ഓഫീസും. ഇഷ്ടമുള്ളപ്പോൾ വരാൻ വരാതിരിക്കാം, അതിന് നീ എന്തിനിങ്ങനെ ടെൻഷനാവുന്നത്? ബോസിന്റെ മുന്നിൽ ചെന്ന് മുട്ടടിക്കുന്ന നീയാണ് ബോസിനെ കാണാതെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നത്. ഇവിടെ ബോസിന്റെ മുഖത്തേക്ക് നോക്കാൻ പോലും പലർക്കും പേടിയാ. ഇനി നീ ചെന്ന് ഇഷ്ടമാണെന്നും കൂടി പറഞ്ഞാൽ ബോസ് നിന്റെ മുഖത്തിന്റെ ഷേപ്പ് മാറ്റിത്തരും. എല്ലാവരും വർക്കൊന്നും ചെയ്യാതെ സംസാരിച്ചിരിക്കുകയായിരുന്നു. ഡാ, ബോസിന്റെ കാർ വരുന്നുണ്ട്. ആണോ? എല്ലാവരും ഓടാൻ പോകുന്നതുപോലെ എന്നാൽ സ്വന്തം സീറ്റിലേക്ക് ഓടുകയായിരുന്നു. നല്ല കുട്ടികളായി വർക്ക് ചെയ്യാൻ തുടങ്ങി. അപ്പോഴാണ് അവൻ്റെ ഓഡി കാർ അവൻ്റെ കമ്പനിയുടെ ഉള്ളിലേക്ക് വന്നത്. സെക്യൂരിറ്റി വന്ന് ഡോറ് തുറന്നു കൊടുത്തു. കാറിൽ നിന്നും ആരോൺ മുകളിലേക്ക് നോക്കിയപ്പോൾ കണ്ടു തങ്ങളെ തന്നെ നോക്കിയിരിക്കുന്ന പൂജയെ. ഡാ ആദവേ, നിന്റെ പെണ്ണതാ നോക്കി നിൽക്കുന്നു. നിന്നെ കാണാനിട്ടാണെന്ന് തോന്നുന്നു. പോടാ. അവൻ ഒന്ന് ഇളിച്ചു കൊടുത്തു. അവർ കണ്ടു എന്ന് മനസ്സിലായപ്പോൾ പൂജ അവിടെ നിന്നും വേഗം വാഷ്റൂമിലേക്ക് ഓടിപ്പോയി. ദേഷ്യത്തോടെ അവൻ കാറിൻ്റെ ഡോർ വലിച്ചടച്ചു. ആരോടും ഒന്നും മിണ്ടാതെ അവൻ വേഗത്തിൽ ഓഫീസിൻ്റെ ഉള്ളിലേക്ക് പോയി. എന്താ കുഞ്ഞെ ആദമ്മോന് പറ്റിയത്? ഇന്ന് ഭയങ്കര ദേഷ്യത്തിലാണല്ലോ. ഒന്നുമില്ല നാരായണട്ടാ, ഓഫീസിൽ വർക്കിലൊരു പിഴവ്. ആണോ കുഞ്ഞെ? ശരിയായിക്കോളും. അവൻ ആരെയും നോക്കാതെ അവൻ്റെ ക്യാബിനിലേക്ക് പോയി. പൂജ, പൂജ, എന്താടി പെണ്ണേ? നിന്റെ ചെക്കന് ദേഷ്യത്തിലാണ് വന്നത്. എന്താ പറ്റിയത്? അറിയില്ല, പോയി ചോദിച്ചു നോക്ക്. എന്നിട്ട് വേണം എന്നെ ചുമരിൽ നിന്ന് വടിച്ചെടുക്കാൻ. ഒരു പ്രാവശ്യം തന്നെ അവൻ്റെ കയ്യിൽ നിന്ന് കിട്ടിയ അടിയുടെ വേദന ഇപ്പോഴും മാറിയിട്ടില്ല. അവൾ കവളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. എന്നിട്ടാ എൻ്റെ പൊന്നുമോള് ബോസിനെ സ്നേഹിക്കുന്നത്. ഒന്ന് ശരിക്കും പെൺകുട്ടികളുടെ മുഖത്തേക്ക് നോക്കാത്ത ആളാണ് നിന്നെ പ്രേമിക്കാൻ പോകുന്നത്. പോടി. അവൻ ദേഷ്യത്തോടെ ക്യാബിനിലുണ്ടായിരുന്ന ഫ്ലവർ വേസ് എടുത്ത് നിലത്തേക്ക് എറിഞ്ഞു. ടോമിറ്റ്, എന്താടാ അതമ്മേ? എടാ, ആരാ ചതിച്ചെന്നറിയാമോ? ഇല്ലടാ, ഇങ്ങനൊരു ചതി പ്രതീക്ഷിച്ചില്ല. എനിക്കറിയണം ആരാന്ന്. അവൻ്റെ വിധി ഇനി ഞാൻ തീരുമാനിക്കും. നമ്മുടെ ആളുകളോട് പറഞ്ഞിട്ടുണ്ട്. അവൻ്റെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. ഡേവിഡ് ചായ കുടിക്കാൻ വായോ? ഇതാ വരുന്നു റീന. അമ്മച്ചിയെ വിളിച്ചോ? അവരൊക്കെ വന്നു. ഞാനിതാ വരുന്നു. അവർ എല്ലാവരും കഴിക്കാനിരുന്നപ്പോഴാണ് കോളിംഗ് ബെൽ അടിച്ചത്. ഡേവി, ആരാണെന്ന് നോക്ക്. ശരി അമ്മച്ചി. അയാൾ പോയി തുറന്നതും അവിടെ നിൽക്കുന്നയാളെ കണ്ട് അയാളുടെ മുഖം ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. അതവൾ കാണാതെ ഡേവിഡ് മറച്ചു വെച്ചു. ആരാ ഇത്? അമലമോളോ? ആരാ ഡേവി? അപ്പോഴാണ് വലിയമ്മച്ചി ചോദിച്ചത്. ഞാനാ വലിയമ്മച്ചി. ആ മോളോ? അകത്തേക്ക് വാ. അവളെ കണ്ടതും എല്ലാവരുടെയും മുഖം തെളിഞ്ഞു. എൻ്റെ മുഖം മാത്രം ദേഷ്യം കൊണ്ട് വിറച്ചു. അതാരും കാണാതെ മറച്ചു പിടിച്ചു. അല്ല, നല്ല ടൈമിലാണല്ലോ ഞാൻ വന്നത്. റീന ആൻറ്റി, ഇന്നെന്താ കഴിക്കാൻ? അപ്പവും മൊട്ടറോസ്റ്റും. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. വേഗം വിളമ്പ്. ഇതൊക്കെ കണ്ട് ഡേവിഡിന് ദേഷ്യം വന്നു. മുഴുവൻ കഴിക്കാതെ അയാൾ എഴുന്നേറ്റ് പോയി. എന്താ ഡേവി കഴിക്കാതെ എഴുന്നേറ്റത്? ഒന്നുമില്ല അമ്മച്ചി, ഇനിയൊരു മീറ്റിംഗ് ഉണ്ട്, അത് ഞാൻ മറന്നു. ഇപ്പോഴാണ് ഓർമ്മ വന്നത്. പോയിക്കോ. ഡേവിഡ് വേഗം കൈ കഴുകി റൂമിലേക്ക് പോയി. റീനയ്ക്ക് മനസ്സിലായിരുന്നു ഇച്ചായൻ്റെ മുഖത്ത് വന്ന മാറ്റം. അമലയെ കണ്ടപ്പോഴാണ് ഇച്ചായൻ്റെ മുഖം മാറിയതെന്ന് റീന ആലോചിച്ചു. എല്ലാവരും കുറേ സമയം സംസാരിച്ചിരുന്നു. ഇച്ചായ, ഇച്ചായ, എന്താടി? എന്തിനാ ഇനി വിളിക്കുന്നത്? ഒരു സമാധാനം തരില്ല, ശല്യം.
അവർ ഒന്നും മിണ്ടാതെ പോയി. ഡേവിഡ് കുറച്ച് ദിവസം മുൻപ് നടന്നിരുന്ന സംഭവത്തെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. പെട്ടെന്ന് എന്തോ ആലോചിച്ച് അയാൾ എഴുന്നേറ്റു. അമ്മച്ചി, അമ്മച്ചി, എന്താണ് ഡേവി? അത് അമ്മച്ചി, നമ്മുടെ ആദമിന് കല്യാണപ്രായമായില്ലേ? നമുക്ക് പെണ്ണ് നോക്കിയാലോ? അവൻ വരുന്നുണ്ടല്ലോ. അപ്പോൾ ആരുവോ? അവൻ പ്രായമായിട്ടില്ലെന്നല്ലേ പറഞ്ഞത്? അവന് വേണ്ടപ്പോൾ നോക്കാം, ഇപ്പോൾ കുഞ്ഞിൻ്റേത് നോക്കാം. അല്ല ഡേവി, നീ എന്ത് മനസ്സിൽ വെച്ചാണല്ലോ പറയുന്നത്? അതമ്മച്ചി, ഇച്ചായൻ്റെ ഫ്രണ്ട് ജോണില്ലേ, അവരുടെ മകൾ അമല നല്ല കുട്ടിയാ. അതൊക്കെ ശരിയാ, അവള് നല്ല കുട്ടിയാ. കുഞ്ഞിന് ഇഷ്ടമാവണ്ടേ? അതൊക്കെ അവന് ഇഷ്ടമാകും. ഞാൻ അവിടെ വരെ പോയി അവരോട് ചോദിക്കട്ടെ. എന്നാ ഇപ്പം തന്നെ പോയിക്കോ. ഡേവിഡ് അവിടെ നിന്നും പുറപ്പെട്ടു. ആരോൺ! ആ വീട് കുലുക്കും വിധം അവൻ്റെ ശബ്ദം അവിടെ പ്രതിധ്വനിച്ചു. എന്താടാ, എന്താ അതം? നീ എന്തിനിങ്ങനെ ശബ്ദം ഉണ്ടാക്കുന്നത്? അവൻ്റെ ശബ്ദം കേട്ട് വീട്ടിലെ ജോലിക്കാർ എല്ലാവരും ഓടിപ്പിടിച്ചു വന്നു. നിങ്ങളൊക്കെ എവിടെയായിരുന്നു? അവൻ ദേഷ്യം കൊണ്ട് വിറച്ചു. നീ ഇങ്ങനെ ശബ്ദം എടുക്കാതെ കാര്യം പറയടാ. അപ്പോഴാണ് അവൻ കാണുന്നത് അവൻ്റെ അടുത്ത് കവിളിൽ കൈവച്ച് നിൽക്കുന്ന പെൺകുട്ടിയെ. ഇവളെപ്പോഴും ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നത്? ആരോൺ ആലോചിച്ചു. ഇവളെ ആരാ അകത്തേക്ക് കയറ്റിയത്? അവൻ എല്ലാവരോടുമായി ചോദിച്ചു. അവൻ്റെ ശബ്ദം കേട്ടപ്പോഴാണ് ആരോൺ ചിന്തകളിൽ നിന്നും ഉണർന്നത്. ഇവൾ എങ്ങനെ കയറിയെന്ന് വീണ്ടും അവൻ ചോദിച്ചു. അപ്പോൾ ഒരു ജോലിക്കാരൻ പേടിച്ചു മുന്നിൽ കയറി നിന്നു. സർ, ഞാനാണ് ഗേറ്റ് തുറന്നു കൊടുത്തത്. പെട്ടെന്ന് ആരും പ്രതീക്ഷിക്കാതെ അവൻ അയാളുടെ മുഖത്ത് അടിച്ചു. അത് കണ്ട് എല്ലാവരും ഞെട്ടി. ഞാൻ പറഞ്ഞതല്ലേ ഇവളെ അകത്തേക്ക് കയറ്റരുതെന്ന്? എനിക്കറിയില്ലായിരുന്നു സർ. എടാ, അയാളിവിടെ പുതിയതായി ജോലിക്ക് വന്നതാണ്, ആര് പറഞ്ഞു? അവൻ ഒന്ന് മൂളി. സാർ ക്ഷമിക്കണം, എനിക്കറിയില്ലായിരുന്നു. ഈ കുട്ടിയോട് ഞാൻ ചോദിച്ചതാ. സാറിനോട് ചോദിച്ചിട്ട് അകത്തേക്ക് വിടാമെന്നും പറഞ്ഞതാ. അപ്പോൾ സാറ് വിവാഹം കഴിക്കുന്ന പെൺകുട്ടിയാണെന്ന് പറഞ്ഞപ്പോൾ അവൻ ഒന്ന് മൂളി. അവൻ അവളുടെ മുഖത്തേക്ക് നോക്കി പറഞ്ഞു. ഡി, നിന്റെ അപ്പനോട് പോയി പറ, എന്ത് തറ വേല കാണിച്ചാലും ഈ ആദം അതിലൊന്നും വീടില്ലെന്ന്. ഇനി ഇങ്ങനെയുള്ള എന്തെങ്കിലും കാണിച്ച് ഈ വീട്ടിലേക്ക് കയറിയാ എന്നെ ശരിക്കറിയാലോ. ഇനി ഞാൻ ഇങ്ങനെയായിരിക്കില്ല പ്രതികരിക്കുക. ഓർക്കുന്നത് നിനക്കും നിൻ്റെ അപ്പനും നല്ലതായിരിക്കും. എല്ലാവരോടും കൂടിയാ ഞാൻ പറഞ്ഞതനുസരിക്കാൻ പറ്റുമെന്നുള്ളവർക്ക് ഇവിടെ നിൽക്കാം, അല്ലെങ്കിൽ ഇവിടെ നിന്ന് പോകണം. അവൻ അതും പറഞ്ഞ് റൂമിലേക്ക് പോയി. ഡി, നിന്നോട് പറഞ്ഞതല്ലേ അവൻ്റെ പിന്നാലെ നടക്കരുതെന്ന്. വീണ്ടും വീണ്ടും അവൻ്റെ അടുത്ത് നിന്ന് അടി വാങ്ങിച്ചു കൂട്ടിക്കോ. ഇനി അവൻ ഇങ്ങനെ ആയിരിക്കത്തില്ല. അവൻ്റെ ക്ഷമ പരീക്ഷിക്കരുത്, അതാ നിനക്ക് നല്ലത്. വേഗം പോയിക്കോ, ഇനിയും നിന്നെ അവൻ കാണണ്ട. അവൾ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. നീ എൻ്റേതാണ് അതും, എൻ്റേത് മാത്രമാണ് അതും. നിന്നെ സ്വന്തമാക്കാൻ ആരെ കൊന്നിട്ടാണെങ്കിലും നിന്നെ സ്വന്തമാക്കിയിരിക്കും ഈ വാ ജോർജ്. അവരുടെ മുന്നിൽ നീ എന്നെ നാണം കെടുത്തി. അതിന് ഞാൻ നിന്നോട് പകരം ചോദിക്കും. നിന്റെ കൈകൊണ്ട് എൻ്റെ കഴുത്തിലൊരു മിന്നു വീഴുമ്പോൾ അവളെ അവൻ്റെ ജോലിക്കാരുടെ മുന്നിൽ നാണം കെടുത്തിയ പക അവളുടെ മനസ്സിൽ ആളിക്കത്തി. ഇനി എന്താ എല്ലാവരും ഇവിടെ നിൽക്കുന്നത്? പോയി ജോലി ചെയ്യ്, ആരോൺ ആ വീട്ടിലെ ജോലിക്കാരോട് പറഞ്ഞു. മോനെ, എനിക്കറിയില്ലായിരുന്നു. സാരമില്ല ചേട്ടാ, ഇനി ശ്രദ്ധിച്ചാൽ മതി. ശരി മോനെ, ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം. അവൻ റൂമിൻ്റെ ബാൽക്കണിയിൽ ദൂരേക്ക് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് അവൻ്റെ ഫോൺ അടിച്ചത്. ഹലോ ആദം. ആ സെറിൽ പറ. നീയൊരു തീരുമാനം പറഞ്ഞില്ല. ഞാൻ അവർക്ക് അപ്പോയിൻമെൻറ്റിൽ ലെറ്റർ അയച്ചു കൊടുക്കട്ടെ? ഓക്കെടാ, കൊടുത്തോ. ഓക്കെടാ.